കർക്കിടകത്തെ രാമായണ മാസമായിട്ട് ആചരിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. രാമായണമാണ് ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ ഒരു അടിത്തറ, സാംസ്കാരിക അടിത്തറ. മഹാത്മാഗാന്ധി ഒരിക്കലും ദൈവം എന്നൊരു വാക്ക് ഉപയോഗിക്കില്ലായിരുന്നു, രാമൻ എന്നാണ് ഉപയോഗിച്ചത്. ഒരു പൂർണ്ണ അനുഭവം ആവിഷ്കരിക്കപ്പെട്ടത് ആദ്യമായിട്ട് രാമായണത്തിലാണ്. മനുഷ്യൻ ദൈവമായിട്ട് വരെയില്ല, ദൈവം മനുഷ്യനായി ജീവിക്കുകയാണ്. കേരളത്തിലാണെങ്കിൽ വാൽമീകി രാമായണം വായിച്ചിട്ടുള്ളവരുടെ എണ്ണം താരതമ്യേന കുറവായിരിക്കും. ജീവിതത്തിലും മരണത്തിലും കൂടെ വരുന്ന ഗ്രന്ഥമാണ് രാമായണം. എല്ലാ മനുഷ്യനും ഒറ്റക്കായി കിടുങ്ങിയിരിക്കുന്നൊരു സന്ദർഭത്തിൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിന് സ്വാന്തനം നൽകാൻ വേണ്ടി അവൻ ആശ്രയിക്കുന്ന ഗ്രന്ഥമാണ് രാമായണം. സാർ നമസ്കാരം. ഇന്ന് കർക്കിടക മാസം 1-ാം തീയതിയാണല്ലോ. അപ്പോൾ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് രാമായണവും രാമായണ പാരായണവും അതുപോലെ അധ്യാത്മ രാമായണവും ഒക്കെയാണ്. അപ്പോൾ രാമായണത്തെ ഒരു ലിറ്ററേച്ചർ, ഒരു പീസ് ഓഫ് ലിറ്ററേച്ചർ എന്ന രീതിയിൽ മാത്രമല്ലാതെ ഇന്ന് ഹിന്ദു സംസ്കാരം, ഹൈന്ദവ സംസ്കാരത്തിൽ ഒരുപാട് പേര് ഒരു മതഗ്രന്ഥം പോലെയൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഒരു ഗ്രന്ഥത്തിനപ്പുറത്തേക്ക് രാമായണം പറഞ്ഞു വെൽക്കുന്ന ഒരുപാട് ഫിലോസഫീസ് ഉണ്ട്. അപ്പം നന്മയുടെയും തിന്മയുടെയും ഫിലോസഫി ഉണ്ട്, ഡാർക്ക്നെസ്സിൻ്റെ ഫിലോസഫി ഉണ്ട്. അപ്പം ഒരു ലിറ്ററേച്ചറിനപ്പുറത്തേക്ക് രാമായണത്തിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ്? അതുപോലെ കർക്കിടക മാസത്തെ എന്തുകൊണ്ടാണ് രാമായണ മാസമായിട്ട് കണ്ടുവരുന്നത്? കർക്കിടകത്തെ രാമായണ മാസമായിട്ട് ആചരിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്, വേറെ എങ്ങും അത് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ രാമായണ മാസം എന്ന് പറയുന്ന രീതിയിലുള്ളൊരു ആഘോഷം. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നത്, ഈ കർക്കിടകം രാമായണ മാസമായിട്ട് ആചരിക്കപ്പെടുന്നതിനൊക്കെ വളരെ മുൻപ് ഞങ്ങളുടെയൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഈ മിഥുനം കർക്കിടക മാസം, വിശേഷിച്ചും മിഥുനവും കർക്കിടകവും എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടപ്പാടുള്ള മാസങ്ങളാണ്. ഭയങ്കര പേമാരികളുണ്ടാകും, ഇടിവെട്ടും മഴയും ദാരിദ്ര്യവും പട്ടിണിയും ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ മിക്കവാറും ഹിന്ദുക്കളുടെ വീടുകളിലെല്ലാം തന്നെ ആ പ്രദേശത്തുള്ളവരെല്ലാവരും കൂടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട്, ചുറ്റുവട്ടത്തുള്ള എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് അതിൽ 2-3 പേര് രാമായണം വായിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. വിസ്തരിച്ചിങ്ങനെ രാമായണം വായിക്കും. അത് പണ്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ആദ്യം വായിച്ചിട്ടുള്ള പുസ്തകം എന്ന് പറഞ്ഞാൽ രാമായണവും ഒക്കെയാണ്. അങ്ങനെ എനിക്ക് കവിത വായിക്കുന്നൊരു ശീലം വന്നത് ഈ രാമായണ വായനയിൽ നിന്നും വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇന്ത്യയുടെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ രാമായണമാണ് ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ ഒരു അടിത്തറ, സാംസ്കാരിക അടിത്തറ. നമ്മുടെ സാഹിത്യത്തിൻ്റെ, സംഗീതത്തിൻ്റെ, ശില്പകലയുടെ, നമ്മുടെ രാഷ്ട്രവ്യവഹാരത്തിൻ്റെ, നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ നിൽക്കുന്നത് ഈ രാമായണം തന്നെയാണ്. രാമായണമാണ് അതിൻ്റെ ഒരു അടിസ്ഥാന ഗ്രന്ഥമായിട്ട് എല്ലാവരും സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മഹാത്മാഗാന്ധി ഒരിക്കലും ദൈവം എന്നൊരു വാക്ക് ഉപയോഗിക്കില്ലായിരുന്നു, രാമൻ എന്നാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഗാന്ധിയോട് ചോദിച്ച് ഒരു ബ്രിട്ടീഷ് പത്രപ്രവർത്തക, അവർ ഗാന്ധിയുടെ കൂടെ കുറേ കാലം നടന്നിരുന്നതാണ്, മിസ്റ്റർ ഗാന്ധി, why should you use the term Rama instead of God? അപ്പോൾ അതിന് ഗാന്ധി പറഞ്ഞ മറുപടി, if I use the term God, my people won't be able to understand what it is. The moment I utter Rama, they should understand what is meant by it. So I can communicate my experience of God in a better way using Rama. ഇതാണ് ഗാന്ധി പറഞ്ഞതിൻ്റെ ഒരു മറുപടി. അതായത് നോർത്ത് ഇന്ത്യയിലൊക്കെ പോവുകയാണെങ്കിൽ 2 പേര് തമ്മിൽ കാണുമ്പോൾ അവർ വിഷ് ചെയ്യുന്ന റാം എന്ന് പറഞ്ഞിട്ടാണ്. മരണത്തിലേക്ക് പോകുന്നത് രാമനാമം ജപിച്ചുകൊണ്ടാണ്. അപ്പോൾ അവരുടെ ഒരു നിത്യജീവിതത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ സുപരിചിതമായിട്ടുള്ള ജീവിത സന്ദർഭങ്ങളാണ് രാമായണം എന്ന് പറയുന്നത്. അപ്പോൾ അത് കേരളത്തിൻ്റെ എന്നല്ല, ഇന്ത്യയിലെ ആദിമകാവ്യം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് എഴുതപ്പെട്ട കാവ്യം എന്ന നിലക്കാണ് അതെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കാവ്യാനുഭവം മനുഷ്യനുണ്ടായ കാലം മുതൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഉണ്ടാകുന്നതാണ്. അതിനങ്ങനെ പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ല. പക്ഷേ ഒരു പൂർണ്ണ അനുഭവം
ആവിഷ്കരിക്കപ്പെട്ടത് ആദ്യമായിട്ട് രാമായണത്തിലാണ്. അതുകൊണ്ടാണ് അതിന് ആദിമകാവ്യം എന്ന് പറയുന്നത്. ആ രാമായണത്തെ നമുക്ക് പലതരത്തിൽ വായിക്കാം. ഇപ്പം ഞാനൊരു തത്വശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലക്ക് അതിനെ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഇതിൻ്റെ തത്വശാസ്ത്രപരമായ സവിശേഷതകളാണ്. ഞാൻ അങ്ങനെയാണ് അതിനെ വായിക്കുക. എങ്ങനെയാണ് അദ്വൈത വേദാന്തം മനുഷ്യ ജീവിതത്തിൻ്റെ സന്ദർഭങ്ങളിൽ ആവിഷ്കരിക്കപ്പെടുന്നത് എങ്ങനെ എന്നാണ് ഞാൻ അതിനകത്ത് പ്രത്യേകിച്ച് നോക്കുക. ഒരു നിയമ വിദ്യാർത്ഥിക്ക് അതൊരു നിയമഗ്രന്ഥമായിട്ട് വായിക്കാവുന്നതാണ്. കാരണം ലീഗൽ ഇൻട്രിക്കസീസും ഇംപ്ലിക്കേഷൻസും ഏറ്റവും ശക്തമായി ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മിക്കവാറും നിയമ വ്യവഹാര സംഹിതകളെല്ലാം അതിൻ്റെ പ്രയോഗം നമുക്കതിൽ കാണാൻ കഴിയും. ഒരു കാവ്യശാസ്ത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അത് സംബന്ധിച്ചുള്ളത് ഏറ്റവും നല്ല കാവ്യശാസ്ത്ര ഗ്രന്ഥമാണ്. ഈസ്തറ്റിക്സിൻ്റെ ഏറ്റവും നല്ല ടെക്സ്റ്റാണ്. സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ പഠിക്കുന്ന ഒരാൾക്ക്, സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുന്ന ആൾക്ക് അതൊരു സോഷ്യോളജി ടെക്സ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ വായനക്കാരനും ഓരോ തരത്തിലാണ് രാമായണം അവൻ്റെ മുന്നിൽ വരുന്നത്. ഇതെല്ലാമാണ് ആ ടെക്സ്റ്റ് എന്നുള്ളത് കൊണ്ടാണ് അതിന് ഏറ്റവും വലിയ ഒരു ആദിമകാവ്യം എന്ന് പറയുന്നത്. ആദ്യമായി ഒരു സമ്പൂർണ്ണ മനുഷ്യൻ്റെ ജീവിതം ആവിഷ്കരിക്കപ്പെടുന്നത് രാമായണത്തിലാണ്. അതിനു മുമ്പ് അതുണ്ടായിട്ടില്ല. പൂർണ്ണാനുഭവം. അതായത് ഈ ദൈവം, ഇത് മനുഷ്യൻ ദൈവമായിട്ട് വരെയില്ല, ദൈവം മനുഷ്യനായി ജീവിക്കുകയാണ്. ആ അവതാരത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്ന എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഈശ്വരനെ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അതാണ്. അപ്പോൾ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ച് ജീവിച്ച് ജീവിത സന്ദർഭങ്ങൾ കാണിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ജീവിതത്തിൻ്റെ എല്ലാ സുഖദുഃഖങ്ങളിലൂടെയും കടന്നു പോകേണ്ടതുണ്ട്. ഒരു അച്ഛനെന്ന നിലക്ക്, മകനെന്ന നിലക്ക്, ഭർത്താവ് എന്ന നിലക്ക്, രാജാവ് എന്ന നിലക്ക്, ഒരു ഋഷി എന്ന നിലക്ക്, സഹോദരൻ എന്ന നിലക്ക്, ഇങ്ങനെ പല ജീവിത സന്ദർഭങ്ങളിൽ രാമൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആ രാമൻ അങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ട് തന്നെ ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് രാമനെ ആവർത്തിച്ച് വായിക്കാൻ കഴിയും. ഒരു ശത്രുവായാൽ എങ്ങനെയാണ്, അതിലും മാതൃകയായിരിക്കും. അപ്പോൾ ഈ മാതൃകാ പുരുഷോത്തമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിത്രമാകുമ്പോഴും ശത്രുവാകുമ്പോഴും മാതൃകയായിട്ട് തീരുന്നതാണ്. അല്ലാണ്ട് ഒന്നിൻ്റെ മാത്രം പ്രത്യേകതയായിട്ട് വരുന്നതല്ല. മിത്രത്തിൻ്റെ മാത്രമല്ല, മിത്രവും ശത്രുവുമായാലും. ഇപ്പോൾ ശത്രുവിനെക്കുറിച്ച് ശത്രു ഇത് പറയുമ്പോൾ ഈ രാവണൻ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പറയുന്നത് അഗ്നിഹോത്രിക്ക് തുല്യമായ ചരമ ശുശ്രൂഷ അദ്ദേഹത്തിന് കൊടുക്കണം എന്നാണ് പറയുന്നത്. ആ സമയത്ത് പാശ്ചാത്യ സാഹിത്യത്തിലൊക്കെ ശത്രുക്കളുടെ മൃതദേഹത്തെ പോലും അപമാനിക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രീക്ക് മിത്തോളജിയിൽ പറയുന്ന ആ ഗ്രീക്ക് മിത്തോളജിയിലെ കാര്യങ്ങൾ എടുത്തിട്ടാണ് സോഫോക്ലീസ് ഈഡിപ്പസ് ട്രിലിജി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈഡിപ്പസിൻ്റെ 2 മക്കൾ ഒരേ സമയം കൊല്ലപ്പെടുകയാണ്. ഒരാൾ രാജ്യദ്രോഹിയായിട്ടും വേറൊരാൾ ഇതായിട്ടും. അപ്പോൾ ഈ മരിച്ചു കഴിഞ്ഞതിന് ശേഷം രാജ്യദ്രോഹിയായിട്ട് ഉള്ളവൻ്റെ മൃതശരീരം സംസ്കരിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഒരു റൈറ്റ് ഓഫ് എ ഡെഡ് ബോഡി അതുണ്ട് എന്നുള്ളൊരു കാര്യം, അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതാണ് ആൻറ്റിഗണി എന്ന് പറയുന്ന ഈഡിപ്പസിൻ്റെ മകൾ. 2 സഹോദരന്മാർ മരിച്ചു. ഒരു സഹോദരന് ചരമശുശ്രൂഷ, മറ്റേ സഹോദരന് തെമ്മാടിക്കുഴി പോലും കൊടുക്കാതെ ഇട്ടിരിക്കുന്ന ആ സഹോദരൻ്റെ മൃതശരീരം ഇത് മറവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കക്ഷിയായിട്ടാണ് ഇതിനകത്ത് ആൻറ്റിഗണി വരുന്നത്. അപ്പോൾ ആ ഒരു സങ്കല്പം നമ്മളിവിടെ അങ്ങനെയല്ല. ഇവർക്ക് മാന്യമായ ചരമശുശ്രൂഷ, അതാണ് ഒരു ശത്രുതയും. മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ ശത്രുവിനാണെങ്കിൽ അവൻ അർഹിക്കുന്നത് കൊടുക്കണം എന്നൊരു സങ്കല്പം, ആ ഡിഗ്നിറ്റി. അപ്പോൾ ഡിഗ്നിറ്റി ഓഫ് എ ഡെഡ് ബോഡി ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് അതിനു മുമ്പേ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വിവിധ അനുഭൂതികളും അനുഭവങ്ങളും ആവിഷ്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കേരളത്തിലാണെങ്കിൽ വാൽമീകി രാമായണം വായിച്ചിട്ടുള്ളവരുടെ എണ്ണം താരതമ്യേന കുറവായിരിക്കും. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ രാമായണം എന്ന് പറഞ്ഞാൽ എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണമാണ്. ആ എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണമാണ് ഇപ്പോഴും നമ്മൾ പിന്തുടരുന്നത്. അതിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിലും മരണത്തിലും കൂടെ വരുന്ന ഗ്രന്ഥമാണ് രാമായണം. വേറെ മരണം വന്ന്
എല്ലാ മനുഷ്യനും ഒറ്റക്കായി കിടുങ്ങിയിരിക്കുന്നൊരു സന്ദർഭത്തിൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിന് സ്വാന്തനം നൽകാൻ വേണ്ടി അവൻ ആശ്രയിക്കുന്ന ഗ്രന്ഥമാണ് രാമായണം. അവിടെയാണ് രാമായണത്തിൻ്റെ സവിശേഷത. വേറെ ഒരു ഗ്രന്ഥത്തെയും അവൻ ആശ്രയിക്കുന്നില്ല. സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ. അതായത് പലപ്പോഴും രാമായണത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ആളുകൾ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു വലിയ അലിഗേഷനാണ്. അതായത് രാമൻ എന്ന് പറയുന്ന വ്യക്തിയെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുകയും ഐഡിയലൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് രാമനെ ഒരു ഉത്തമ പുരുഷനായി കാണുന്നു. രാമനെ പോലെ ആവണം ഒരു ഐഡിയൽ മാൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ രാമനും കുറേ ഫ്ലോസ് ഉണ്ടായിരുന്നില്ല. ഒരുപാടുണ്ടല്ലോ. കാരണം മനുഷ്യനല്ലേ. അതെ, മാനുഷികമായ ജീവിതാനുഭവങ്ങളും മാനുഷികമായ പരിമിതികളും ഉണ്ടായിട്ടുണ്ട്. ആ മാനുഷിക പരിമിതികളെ അതിലംഘിച്ചുകൊണ്ട് ധർമ്മം അനുഷ്ഠിക്കാൻ ശ്രമിച്ചതാണ് രാമൻ്റെ മഹത്വം. അതുകൊണ്ട് മനുഷ്യനെന്ന നിലക്ക് ഇത് വന്നിട്ടില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. രാമൻ വളരെയേറെ, രാമനെപ്പോലെ ഇത്രയേറെ വിമർശനം ഏറ്റുവാങ്ങിയവർ ആരുണ്ട്? ഒരാളുമില്ല. പക്ഷേ ആ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുമ്പോഴും ആ ജീവിതം ഒന്നും തനിക്ക് വേണ്ടിയായിരുന്നില്ല. ആ ജീവിതം മുഴുവനും ധർമ്മത്തിൻ്റെ പ്രയോഗസാധുത എങ്ങനെയാണ് എന്ന് അനുഭവിച്ച് അറിയുന്നതിന് വേണ്ടിയായിരുന്നു. അതാണ് രാമൻ്റെ പ്രത്യേകത. അതാണ് ആ രാമായണത്തിൻ്റെ പ്രത്യേകത. അത് ഇങ്ങനെ ഈ എഴുത്തച്ഛൻ്റെ രാമായണത്തിലാണെങ്കിൽ അദ്വൈത വേദാന്ത ദർശനത്തെ അതിൻ്റെ എല്ലാ സാങ്കേതിക തികവോടും കൂടി ആവിഷ്കരിച്ചിരിക്കും. മനുഷ്യരോട് പറയുന്നത് ഇതിനെ നിങ്ങൾ ആശ്രയിച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യമാണ്. അതിനകത്ത് മനുഷ്യ ജീവിതത്തെക്കുറിച്ച്, മനുഷ്യൻ സുഖങ്ങൾക്ക് പിന്നാലെ പോകുന്നതിനെക്കുറിച്ച് പറയുന്നത് ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. അതായത് പാമ്പ് ഇങ്ങനെ തവള വിഴുങ്ങിയിരിക്കുന്നു. ആ പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവള നാക്ക് പുറത്തേക്കിട്ടിട്ട് ഒരു പ്രാണി പറന്നു പോകുമ്പോൾ അതിനെ പിടിച്ചു തിന്നാൻ ശ്രമിക്കുന്നത് പോലെയാണ് കാലമാകുന്ന പെരുമ്പാമ്പ് വിഴുങ്ങിയിരിക്കുന്ന ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ ഓരോ നിമിഷവും ചഞ്ചല ചിത്തരായി ഭോഗങ്ങൾക്ക് പിന്നാലെ പായുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഭോഗത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തെ അല്ല, ത്യാഗത്തിൻ്റെ മനോഹാരിത തുളുമ്പുന്ന ജീവിതമാണ് ധർമ്മം വിഭാവനം ചെയ്യുന്നത് എന്നാണ് രാമായണം നമ്മോട് പറയുന്നത്.